ക്രിക്കറ്റ് ചിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ലക്നൗ സൂപ്പർ ജയൻസ് തമ്മിലാണ് മത്സരം. ലക്നൌവിന്റെ കാര്യം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ദയനീയ അവസ്ഥയാണ് അവർക്കിപ്പോ. കഴിഞ്ഞ കളി ഔട്ട് ഓഫ് ഫോമിലേക്ക് മുംബൈയോട് വരെ തോൽക്കുന്ന കാഴ്ച കണ്ടില്ലേ ലക്നൗ. ഇപ്പൊ 10ാം സ്ഥാനത്താണ് LSG. ഇന്ന് പരാജയപ്പെട്ടാൽ ഈ സീസണിൽ ആദ്യമായിട്ട് ഒഫീഷ്യലി പ്ലേ ഓഫ് ആണത് പുറത്താവുന്ന ആദ്യത്തെ ടീമായിട്ട് ലക്നൌവിന് മാറാം. എതിരാളികൾ RCB എന്ന കാര്യം മറക്കേണ്ടതില്ല. പക്ഷെ RCBയുടെ കാര്യത്തിലൊക്കെ ഒന്നല്ല. RCB ഇപ്പോ അത്ര മികച്ച ഫോമിൽ ഉണ്ടോ എന്ന് വെച്ചാൽ അത്ര മികച്ച ഫോമിൽ ഇല്ല. അവര് കഴിഞ്ഞ കളി പരാജയപ്പെട്ടാണ് RCB വരുന്നത്. അപ്പൊ അവർക്കും ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷേ LSGന് അത്ര പ്രശ്നങ്ങൾ RCBക്ക് ഇല്ല. RCB ഇപ്പോ സേഫ് സോണിലാണ്. അവരിപ്പോ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണെന്ന കാര്യം കൂടി ഓർക്കണം. LSG ഇപ്പൊ കഴിഞ്ഞ കളി ജോഷ് ഇംഗ്ലീഷിനെ ടീമിലേക്ക് എത്തിച്ചു. അവർ മാക്സിമം റൺസ് അടിക്കാൻ നിക്കോളാസ് പൂരനെ അടിച്ചു. സമ്മതിക്കണം, നിക്കോളാസ് പൂരൻ കഴിച്ച 8 കളിയും ടോപ്പായിട്ട് കഴിഞ്ഞ കളി അദ്ദേഹം 22 ഗോൾ 63 റൺസ് എടുക്കുന്ന കാഴ്ച കണ്ടു. അപ്പൊ ഇന്നിപ്പോ മികച്ച പോരാട്ടം കാണാൻ സാധിക്കുന്ന ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും മത്സരത്തേക്ക് പിച്ച് റിപ്പോർട്ട്, ടീം ന്യൂസ്, പ്രോബിൾ ലൈനപ്പിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. ഇന്നത്തെ മത്സരം നടക്കുക ലക്നൌവിലാണ്. ഏകാന സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുന്നത്. വലിയ സ്കോർ പ്രഡിക്ട് ചെയ്യേണ്ട. ഒരു 170, 150 ഒക്കെ വന്നാൽ പോലും ഡിഫെൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കുമെന്നാണ് പിച്ച് റിപ്പോർട്ട് പറയുന്നത്. നമുക്ക് വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ഈ പിച്ചിന്റെ കാര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ LSGയും കൊൽക്കത്തയും കളിച്ചാൽ കളി നമുക്ക് ഓർമ്മയുണ്ടോ. 155 റൺസ് മാത്രമാണ് കൊൽക്കത്ത. അതുപോലും ജയിച്ചാൽ LSGക്ക് ബുദ്ധിമുട്ടാവുന്ന കാഴ്ച കണ്ടില്ലേ. സൂപ്പർ ഓവറിലാണ് അത് കൊൽക്കത്ത വിജയിച്ച കാര്യം ഓർക്കണം. ഇന്നും അതേപോലത്തെ ഒരു സർഫേസ് ആയിരിക്കും ഉണ്ടാകാൻ ചാൻസ്. അതേപോലെ തന്നെ ഏകദേശം അത് അതോടെ യോജിച്ച്, അതായത് 170, 165 വരാൻ ചാൻസ് ഉണ്ട്. 200 പോയി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടാവുന്ന കാര്യം മറക്കേണ്ടതില്ല. മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ മുഹസിൻ ഖാൻ IPL 3 വിക്കറ്റ് മേടി നൈറ്റ് ബോൾ എറിഞ്ഞിട്ടുണ്ട്. അത് റെക്കോർഡല്ല, കാരണം ധവൽ കുൽക്കറിന് 2014 4 ഓട്ടാണ് എറിഞ്ഞിട്ടുണ്ട്. മുഹസിൻ ഖാൻ മികച്ച പന്ത് എറിയുന്നുണ്ടെന്ന് കാര്യം മറക്കേണ്ടതില്ല. മുഹസിൻ ഖാൻ മാത്രമാണ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ചില കളി പ്രിൻസ് അതുപോലെ എറിയുന്നുണ്ട്. ഇപ്പൊ ഭുവനേശ്വർ കുമാറിന്റെ കാര്യം, ഭുവനേശ്വർ കുമാർ അദ്ദേഹം ഇപ്പൊ പ്രൈമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന സംശയങ്ങളുണ്ട്. കാരണം മികച്ച രീതിയിലാണ് വിക്കറ്റ് വീഴുന്നതും ഡോട്ട് ബോൾ ഉണ്ടാക്കുന്നത്. ഏത് ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് കളി തിരിക്കാൻ പറ്റുന്നത്. അങ്ങനെയും കപ്പാസിറ്റിയുടെ ബോളറെ ഭൂമി മാറിയിട്ടുണ്ട്. പഴയ മികവിലേക്ക് ഭൂമി എത്തിയില്ലെന്ന് സംശയമുണ്ട്. ഇപ്പോ പിന്നെ ഋഷഭ് പന്തിന്റെ കാര്യം, ഋഷഭ് പന്ത് ഈ സീസണില് മികച്ച ഫോമിലെയല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് വലിയ തിരിച്ചടിയാണ്. നായകൻ പന്ത് 27 കോടിക്കൊക്കെ കളിക്കുമ്പോ ഇങ്ങനെയാണോ കളിക്കല്? കഴിഞ്ഞ കളി 10 പന്തിൽ 15 റൺസ് അദ്ദേഹം കളിച്ചത്. അതിപ്പോ ജസ്റ്റിൻ ലങ്കർ പറയുന്ന കാഴ്ചയില്ലേ, നമുക്ക് 4-5 ദിവസം ഗ്യാപ്പ് കിട്ടി. നമ്മൾ പ്രാക്ടീസ് മാച്ച് ചെയ്യുമ്പോൾ പന്ത് 35 ബോളിൽ 90 റൺസ് അടിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചെന്നറിയോ, അദ്ദേഹത്തിന് പഴയ കപ്പാസിറ്റി ബോളിൽ ഏത് ടീമിന് ഡിസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ അദ്ദേഹം സ്വന്തമായിട്ട് തന്റെ ഓർഡർ താഴേക്കാകുന്നു. നിക്കോളാസ് പൂരനെ പ്രൊമോട്ട് ചെയ്ത് വിടുന്നു. അപ്പൊ അവിടെ ഒരു സപ്ലൈന്ന് കൺഫ്യൂഷൻ ആവുന്നു പന്തിന്. അപ്പൊ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ നിക്കി പിയെ നമ്പർ 3 കളിക്കാൻ വെച്ചാൽ അങ്ങനെയാണ് പന്ത് നമ്പർ 4 കളിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവർക്ക് വേറെ കാര്യം, ഋഷഭ് പന്തിന് ഇപ്പോ ഋഷഭ് പന്ത് കഴിഞ്ഞ കളിക്ക് ശേഷം പറഞ്ഞു, നമ്മള് കളിച്ചാൽ മാത്രം പോരാ, കുറച്ച് ലെഗ് ഫാക്ടർ ഒക്കെ നമുക്ക് വേണമെന്ന് പറഞ്ഞു. കാരണം 238 റൺസ് അടിച്ചുകൊണ്ട് മുംബൈ അനായാസം ജയിച്ചു പോയി. തീരെ ലെക്കില്ലാത്ത ടീമാണെന്നാണ് ഋഷഭ് പന്ത് പറഞ്ഞത് കഴിഞ്ഞ കളിക്ക് ശേഷം. പിന്നെ വിരാട് കോഹ്ലി കാര്യങ്ങളിലേക്കൊക്കെ വന്നാൽ ജേക്കബ് ബത്തല് അദ്ദേഹം ഇന്നും കളിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഫിൽസാൾട്ട് ഇന്ന് കളിക്കാനുള്ള സാധ്യത കുറവ് തന്നെയാണ് ഇപ്പൊ പറയുന്നത്. പിന്നെ വെങ്കടേഷ് അയ്യരുടെ കാര്യം, വെങ്കടേഷ് അയ്യർ ഈ സീസണില് ബാംഗ്ലൂർ എടുത്തു. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന കാര്യം കൂടി ഓർക്കണം. അദ്ദേഹം കഴിഞ്ഞാൽ ഇമ്പാക്ട് ആയിട്ടൊക്കെ വന്നു. പക്ഷെ ഒരു കാര്യവും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം 16 പന്തിൽ 10 റൺസ് മാത്രമാണ് എടുക്കുന്നത് ഇമ്പാക്ട് ആയിട്ട് വന്നിട്ട്. ഇപ്പൊ ജേക്കബ് ബത്തല് കളിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ ജോഷ് ഇംഗ്ലീഷിനെ LSGക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യത കൂടുതൽ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇടമാർഗങ്ങൾക്കും ഇംഗ്ലീഷ് നമ്പർ 4 നമ്പർ 5 കളിക്കാനുള്ള സാധ്യതയാണ് ഇപ്പൊ കൂടുതലും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ട് ടീമിന്റെയും ഒരു പ്രോബബിൾ ലൈനപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം RCBയുടെ കാര്യത്തിലേക്ക് വരാം. RCBയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയും ജേക്കബ് ബത്തലും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ DDP നമ്പർ 3ലും രജിത് പട്ടിദാർ നമ്പർ 4ലും കളിച്ചാൽ ജിതേഷ് ശർമ്മ നമ്പർ 5, ടിം ഡേവിഡ് നമ്പർ 6, റൊമാരിയോ ഷെപ്പേർഡ് നമ്പർ 7, കൃണാൽ പാണ്ഡ്യ നമ്പർ 8, നമ്പർ 9 ഭുവനേശ്വർ കുമാർ, നമ്പർ 10 ജോഷ് ഹേസൽവുഡ്, നമ്പർ 11 സുയാഷ് ശർമ്മ വന്നാൽ ഇമ്പാക്ട് ആയിട്ട് റാഷിദ് സലാം കൂടി ഉണ്ടാവും.
ഇനി LSയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഓപ്പണിംഗിൽ മിച്ചൽ മാഷും ജോഷ് ഇംഗ്ലീഷും കളിക്കും. നമ്പർ 3 നിക്കോളാസ് പൂരൻ, നമ്പർ 4 ഏഡ് മാർക്കറാണ്. നമ്പർ 5 ഋഷഭ് പന്ത് വന്നാൽ നമ്പർ 6 അക്ഷത് രഘുവൻഷി, നമ്പർ 7 ഹിമത് സിംഗ് വന്നാൽ നമ്പർ 8 മുഹമ്മദ് ഷമി, നമ്പർ 9 മോസിൻ ഖാൻ, നമ്പർ 10 ആവേശ് ഖാൻ, നമ്പർ 11 പ്രിൻസ് യാദവ്, നമ്പർ 12 ഇമ്പാക്ട് ആയിട്ട് മണിമാരൻ സിദ്ധാർത്ഥ കൂടി ഉണ്ടാവും. അതുപോലെ മികച്ച പോരാട്ടം തന്നെ ഉണ്ടാവും. എല്ലാത്തിലും വിജയിച്ച് പറ്റുന്ന സംശയങ്ങൾ വേണ്ട. നമ്മുടെ പ്രഡിക്ഷനിൽ ലക്നൗ സൂപ്പർ ജയൻസ് വിജയിക്കുമെന്നാണ്. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ വീട്ടിലെത്താം.